2026 ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക തോൽക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? കഴിഞ്ഞ 40 വർഷങ്ങളായി ഏത് രാജ്യത്തിൻ്റെ മുകളിലാണോ ഇവർ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നത് അവർ തന്നെ ഇവരെ തോൽപ്പിക്കും. ഈ പ്രഡിക്ഷൻ നടത്തിയത് ഡോക്ടർ സൈനാണ്. ട്രംപിനെ പറ്റി ഇയാൾ പറഞ്ഞ 2 പ്രഡിക്ഷൻസും നടന്നു. മൂന്നാമത്തതിനായി ലോകം കാത്തിരിക്കുന്നു. കേൾക്കുമ്പോൾ വെറുമൊരു കോൺസ്പിറസി തിയറിയായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഡോക്ടർ സെയിൻ ഇതിനു മുൻപ് ട്രംപിനെ പറ്റി നടത്തിയ 2 പ്രഡിക്ഷൻസും പ്രാക്ടിക്കലായിരുന്നു. കൂടാതെ അയാൾ പറയുന്ന മൂന്നാമത്തെ കാര്യവും പ്രാക്ടിക്കലാകാൻ പോകുന്നു എന്നാണ് ഇപ്പോഴത്തെ വേൾഡ് ഓർഡർ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം മുഴുവനായി ഒരു പേപ്പർ കഷ്ണമായി മാറിയേക്കാം. പുതിയൊരു വേൾഡ് ഓർഡർ തന്നെ ഉണ്ടായേക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മെയിൻ സ്ട്രീം മീഡിയ നിങ്ങളിൽ നിന്നും മറച്ച കഥയാണ്. എങ്ങനെ $50,000 മാത്രം വിലയുള്ള ഇറാന്റെ ഡ്രോണുകൾ അമേരിക്കയുടെ അഹങ്കാരത്തെ തീർക്കുന്നുവെന്ന്. കഴിയുമെങ്കിൽ വീഡിയോ പരമാവധി അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഏതാനും മിനിറ്റുകൾക്കകം നിങ്ങൾ ഇന്നുവരെ മനസ്സിലാക്കാത്ത മെയിൻ സ്ട്രീം മീഡിയ നിങ്ങളിൽ നിന്ന് മറച്ച ആ ഒരു സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. പ്രൊഫസർ സൈൻ്റെ ആദ്യ പ്രവചനം ഉറപ്പായും ഡൊണാൾഡ് ട്രംപ് 2ാം തവണയും ഇലക്ഷൻ ജയിക്കുമെന്നാണ്. ട്രംപ് ഭരണത്തിൽ കയറിയ ഉടനെ തന്നെ ഇറാനുമായുള്ള യുദ്ധം ഇവർ പുനരാരംഭിക്കും. ഇദ്ദേഹം നടത്തിയ 2 പ്രവചനങ്ങളും സത്യമായതിനു ശേഷം മൂന്നാമത്തെ പ്രവചനത്തിലാണ് സംശയത്തോടെ അല്ലെങ്കിൽ കണ്ണുരുട്ടി ലോകം നോക്കി നിൽക്കുന്നത്. ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടും. ലോകത്തിലെ ഏറ്റവും വലിയ വൻശക്തിയായ അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞതിന് പിന്നിൽ വ്യക്തമായ ലോജിക്കൽ റീസൺസും ഉണ്ട്. തൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂവിലാണ് വാസ്തവത്തിൽ പ്രൊഫസർ ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തിയത്. ഇനി നേരെ പോയിന്റിലേക്ക് വരാം. ഇന്ന് ഈ ഒരു സമയത്ത് ഇറാൻ എവിടെയാണ് നിൽക്കുന്നത്? എന്ത് കാരണത്താലാണ് ജിയോ പൊളിറ്റിക്സിൽ ഇദ്ദേഹം അമേരിക്ക തോക്കുമെന്ന് പറഞ്ഞത്? വാസ്തവത്തിൽ ഈ ഒരു യുദ്ധത്തിനായി ഇറാൻ ഇന്നലെയോ ഇന്നോ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയതല്ല. മറിച്ച് കഴിഞ്ഞ 20 വർഷങ്ങളായി അമേരിക്കയെ തോൽപ്പിക്കാനുള്ള പ്രിപ്പറേഷൻ അവർ തുടങ്ങിയിരുന്നു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഒരു അവസാനത്തെ യുദ്ധമാണ്. അമേരിക്കയെ ഒരു ഡെവിലായാണ് അവർ കാണുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ നടന്ന യുദ്ധത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇറാൻ ഗെയിൻ ചെയ്തത്. അന്ന് നടന്നത് വെറുമൊരു ആക്രമണം മാത്രമായിരുന്നില്ല. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മിലിറ്ററിയെയും ഡിഫൻസ് സിസ്റ്റത്തെയും കൂടാതെ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയെയും മനസ്സിലാക്കാൻ ഇറാന് സാധിച്ചു. അമേരിക്കയുടെ വീക്ക്നെസ് മനസ്സിലാക്കാൻ ഇറാന് ലഭിച്ചത് 8 മാസ കാലയളവാണ്. ഈ 8 മാസ കാലയളവിൽ വാസ്തവത്തിൽ അമേരിക്കയുമായുള്ള സംസാരത്തിൽ അവർ നേടിയത് സമയമാണ്. സമയത്തെ വിലയ്ക്ക് വാങ്ങി അമേരിക്കയെ ദുർബലപ്പെടുത്തുക, ഇതായിരുന്നു ഇറാന്റെ മാസ്റ്റർ പ്ലാൻ. നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ തങ്ങളുടെ പ്രോക്സികളുടെ സഹായത്തോടെയുള്ള യുദ്ധമായിരുന്നു ഇറാൻ നടത്തിയത്. ഇതിൽ യമനിലെ ഹുദീസ്, ലിബനോണിലെ ഹസ്ബുല്ലാസ്, പാലസ്തീനിലെ ഹമാസ് കൂടാതെ ഇറാഖിലെയും സിറിയയിലെയും ഷിയ സെക്റ്റുകളും ഇവിടെ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ നിശ്ചിത കാലഘട്ടത്തിൽ തന്നെ ഈ സെക്റ്റുകളെല്ലാം ചേർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എങ്ങനെയാണ് യുദ്ധം ചെയ്യുക, അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുന്നു. അമേരിക്കൻ സൈനികരെ കൊല്ലുക എന്നതിനേക്കാൾ ഒരു ഗ്ലോബൽ പവറായി ഇന്ന് ഉയർന്നു നിൽക്കുന്ന അമേരിക്കയെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പ്രത്യക്ഷമായി അമേരിക്കയെ ആക്രമിക്കാതെ അമേരിക്കയുടെ കൂടെയുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ അമേരിക്കയുടെ നട്ടെല്ലിനെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളെ ഇവർ പ്രധാനമായും ലക്ഷ്യമാക്കുന്നു. ഈ ഒരു അറ്റാക്ക് എത്രയധികം പ്ലാൻഡ് ആണെന്ന് ഈ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകും. വെറും മിലിറ്ററി ബേസിസിൽ മാത്രമല്ല, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, വാട്ടർ റിസോഴ്സ് ഇവിടെയാണ് പ്രധാനമായും ഇറാൻ ആക്രമണം നടത്തുന്നത്. നാം ഇപ്പോൾ പറഞ്ഞ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള നാച്ചുറൽ വാട്ടർ റിസോഴ്സുകളില്ല. മറിച്ച് സമുദ്രത്തിലെ ജലത്തെ ഡീസലിനേഷൻ ചെയ്താണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഈ പ്രദേശങ്ങളിലെ 60% ജലവും വരുന്നത് ഡീസലിനേഷൻ വഴിയാണ്. അങ്ങനെ നോക്കിയാൽ $50,000 മാത്രം വിലയുള്ള ഏതെങ്കിലും ഒരു ഇറാനിയൻ ഡ്രോൺ സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഡീസലിനേഷൻ സെന്ററിൽ പോയി വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രാഷ് ആവുകയാണെങ്കിൽ, തകർക്കപ്പെടുകയാണെങ്കിൽ 10 മില്യൺ വരുന്ന ജനസംഖ്യ ഏകദേശം 2 ആഴ്ച കൊണ്ട് യഥാർത്ഥ വരൾച്ച എന്തെന്നറിയും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഒരു പ്രധാന നഗരം വെറും 2 ആഴ്ച കൊണ്ട് വരൾച്ച മൂലം എന്നേക്കുമായി ഇല്ലാതാകുന്നു. പ്രാക്ടിക്കലി ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പോലെയുള്ള പ്രധാന സ്ട്രാറ്റജിക് പ്രദേശങ്ങളെയും ബ്ലോക്ക് ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്ന 90% ഭക്ഷ്യധാന്യങ്ങളെയും ബ്ലോക്ക് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. പലരും ചിന്തിക്കുന്നത് ഒരു വിലക്കയറ്റമോ അല്ലെങ്കിൽ പവർ ഡിസ്ബാലൻസോ ഉണ്ടാകും, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ നാം ചിന്തിക്കുന്നത് പോലെയല്ല ഇറാൻ ചിന്തിക്കുന്നത്. സൗദി അറേബ്യ, UAE പോലെയുള്ള രാജ്യങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന ഭീഷണിയാണ് ഇവർ മുഴക്കുന്നത്. ഇവിടെ നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, ഈ രാജ്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ ബാക്ക് ബോൺ എന്നതിനെ വിളിക്കാം.
പെട്രോ ഡോളേഴ്സാണ് ഇതിന് ഏറ്റവും പ്രധാന കാരണം. ഇവർ നടത്തുന്ന ഓയിൽ സെല്ലിംഗ് ഡോളേഴ്സിലായതുകൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡ് എന്നും ഉയർന്നിരിക്കുന്നു. തുടർന്ന് ഇതേ രാജ്യങ്ങൾ ഇതേ ഡോളറിനെ അമേരിക്കയുടെ തന്നെ റിയൽ എസ്റ്റേറ്റിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഇതിന്റെ ഡിമാൻഡ് ഉയരുന്നു. ഇന്നത്തെ സിസ്റ്റം നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ റിയൽ എസ്റ്റേറ്റും കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റും മുഴുവനായി AI-യുടെ അണ്ടറിലാണ്. ഈ രാജ്യങ്ങൾ എന്ന് ഇൻവെസ്റ്റ്മെന്റ് നിർത്തുന്നുവോ അത് അമേരിക്കയ്ക്ക് വളരെ വലിയൊരു പ്രത്യാഘാതമാകുമെന്ന്. യുദ്ധം തുടർന്നു പോവുകയാണെങ്കിൽ അത് ഉറപ്പായും ഈ രാജ്യങ്ങളുടെ ഇക്കോണമിയെ ബാധിക്കും. അങ്ങനെ ബാധിക്കുക ഡയറക്റ്റായും അല്ലെങ്കിൽ ഇൻഡയറക്റ്റായും ബാധിക്കുക അമേരിക്കയെ തന്നെയായിരിക്കും. അമേരിക്കയുടെ AI ബബിൾ എന്നേക്കുമായി ഇല്ലാതാകും. ഇനി പൊതുവേ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യമാണ്, അമേരിക്കയുടെ ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും മിലിറ്ററി സിസ്റ്റവും എന്തുകൊണ്ട് ഡ്രോണിന്റെ ഇത്ര ചീപ്പസ്റ്റ് ആയ ഡ്രോണുകൾക്ക് മുൻപിൽ തോറ്റുപോകുന്നു? ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ടത് അമേരിക്കൻ മിലിറ്ററിയുടെ മൈൻഡ് സെറ്റ് എന്താണെന്നാണ്. കോൾഡ് വാർ, വേൾഡ് വാർ 2 തുടങ്ങിയ കാലഘട്ടങ്ങളിലെ മൈൻഡ് സെറ്റ് തന്നെയാണ് ഇപ്പോഴും ഇവർക്ക്. ആ ഒരു സമയത്ത് മസിൽ ഫ്ലെക്സിംഗ് ആയിരുന്നു ഏറ്റവും പ്രധാനം. ആരുടെ കയ്യിലാണ് കോംപ്ലക്സ് ടെക്നോളജി, ആരാദ്യം ചന്ദ്രനിലെത്തും, ആരുടെ അടുത്താണ് കോംപ്ലക്സും ബിഗ്ഗസ്റ്റുമായിട്ടുള്ള റോക്കറ്റ്സ് ഉള്ളത്, ഇങ്ങനെയൊരു മൈൻഡ് സെറ്റാണ് അമേരിക്കൻ മിലിറ്ററിയുടേത്. എന്നാൽ ഇന്നത്തെ നൂറ്റാണ്ടിൽ വാർഫെയർ വളരെയധികം മാറിയിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ കയ്യിൽ എത്ര കോംപ്ലക്സ് ടെക്നോളജി ഉണ്ടെന്നോ പണമുണ്ടെന്നോ എന്നല്ല, മറിച്ച് എസിമെട്രിക്കൽ വാർഫെയർ ആണ് ഇപ്പോൾ വളരെയധികം ഫേമസ് അല്ലെങ്കിൽ കോമൺ. ഒരു ചെറിയ മെഷീന് പോലും വളരെ എക്സ്പെൻസീവായ ഒരു മെഷീനെ തകർക്കാനാകും. ഇന്ന് നിങ്ങൾ ഇറാനിയൻ ഷേഡഡ് ഡ്രോൺസിനെ നോക്കുകയാണെങ്കിൽ ഇത് ഇറാൻ്റെയും റഷ്യയുടെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം. അതായത് ഇടയ്ക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ ഇൻ്റർസെപ്ഷൻ ഇല്ല. ഇതിനു പുറമെ ഷാഹിദ് 136 ഡ്രോൺ, ഗിറാൻ 2 എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ഇത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രോണാണ്. ഏതൊരു വാർഫെയറിലും വളരെ ലോ കോസ്റ്റിൽ ഏതൊരു മെഷീനെയും തകർക്കാൻ ഇവർക്കാകും. 2 സ്റ്റോക്ക് പിസ്റ്റൺ എഞ്ചിൻ ഉള്ളതുകൊണ്ട് തന്നെ 285 km/h ഏകദേശം 2000 കിലോമീറ്റർ കടക്കാൻ ഈ ഒരു ഡ്രോണിനാകുന്നു. കൂടാതെ ഫ്യൂലും കുറവാണ്. ഇതിനെ ചലിപ്പിക്കുക എന്നതും അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. GPS കോർഡിനേഷൻ്റെ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ ഇവയെ പറപ്പിക്കാനും സാധിക്കും. 8 ഫൂട്ട് വിഡ്ത്തുള്ള ഈ ഡ്രോണിന് ഏകദേശം 40 kg എക്സ്പ്ലോസീവ്സ് ക്യാരി ചെയ്യാൻ സാധിക്കുന്നു. ഇതിനോടകം തന്നെ അമേരിക്ക CNN-നോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഇറാനിയൻ ഡ്രോൺസ് തങ്ങൾ വിചാരിച്ചതിനേക്കാൾ നാശനഷ്ടങ്ങൾ നടത്തുന്നുവെന്നാണ്. ബലിസ്റ്റിക് മിസൈൽസിന്റെ സഹായത്തോടെ ഇവയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം കഠിനമേറിയ കാര്യമാണ്. ഇത് വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഇറാന്റെ ഏതാനും $1 മില്യൺ ചീപ്പ് റോക്കറ്റ്സിനെയും ഡ്രോണിനെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ അമേരിക്ക ഉപയോഗിക്കുന്നത് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ അവരുടെ പ്രതിരോധമാണ്. നിങ്ങൾ $50,000 ഒരു റോക്കറ്റിനെ ബ്ലോക്ക് ചെയ്യാനായി $2 മില്യൺ ഇന്റർസെപ്റ്റർ യൂസ് ചെയ്യുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെയാണ്. നീണ്ട കാലഘട്ടത്തേക്ക് ഈ യുദ്ധത്തെ നീട്ടിക്കൊണ്ടു പോകാനും അവരെ കൊണ്ട് സാധിക്കുകയില്ല. തുടർ പ്രതിരോധത്തിനായി തങ്ങളുടെ ഏഷ്യയിലെ മിലിറ്ററി റിസർവ്സിനെയും അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നു. ചൈനയ്ക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ ഇവരിത് സൂക്ഷിച്ചിരുന്നത്. യുദ്ധം വീണ്ടും തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്ക എന്ന ഈ രാജ്യത്തിന്റെ പെട്രോ ഡോളർ മാത്രമല്ല, അമേരിക്കയുടെ സോഷ്യൽ ഓർഡർ തന്നെ എന്നേക്കുമായി ഇല്ലാതാകും. വൻശക്തിയായി സ്വയം അഹങ്കരിക്കുന്ന ഈ രാജ്യത്തിന്റെ നട്ടിൽ തന്നെ ഒടിയും. ഇതുവരെയുള്ള യുദ്ധത്തിന്റെ ക്രമീകരണം നിങ്ങൾ നോക്കിയാൽ അമേരിക്കയും ഇസ്രായേലും എയർ ഫൈറ്റാണ് നടത്തുന്നത്. ഒരിക്കലും ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ റെജീമിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എയർ സ്ട്രൈക്കുകൾ മാത്രം പോരാ, ഗ്രൗണ്ട് വാറുകൾ തന്നെ വേണം. ഇപ്പോഴുള്ള അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഇറാനിലേക്ക് തങ്ങളുടെ ട്രൂപ്പുകളെ അയക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അറബ് കൺട്രീസിൽ നിന്നും ഇസ്രായേലിൽ നിന്നും USA-യുടെ മുകളിൽ വളരെ വലിയ തോതിലുള്ള പ്രഷർ ഉണ്ടാകും. നിങ്ങളുടെ ട്രൂപ്പുകളെ ഇറാനിലേക്ക് അയച്ച് ഇറാൻ എന്ന ത്രെഡിനെ എന്നേക്കുമായി ഇല്ലാതാക്കണം. ഇങ്ങനെയൊരു യുദ്ധം നടന്നാൽ അത് തങ്ങളുടെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് അറിഞ്ഞിട്ട് കൂടിയും എന്തുകൊണ്ട് ട്രംപ് ഈ ഒരു യുദ്ധത്തിനിറങ്ങി? ഇതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാന റീസൺ വെനസ്വേലയെ ക്യാപ്ചർ ചെയ്തതുപോലെ ഇറാനെയും ക്യാപ്ചർ ചെയ്യാൻ കഴിയുമെന്നുള്ള ഓവർ കോൺഫിഡൻസ് തന്നെയാണ്. തങ്ങളുടെ മിലിറ്ററിയിലുള്ള ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ട്രംപിനെ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. അടുത്തൊരു കാരണമായി കാണുന്നത് അമേരിക്കയ്ക്ക് ഈ ഒരു യുദ്ധത്തിൽ നേട്ടങ്ങളൊന്നുമില്ലെങ്കിലും ട്രംപിന് നേട്ടങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഫൈനാൻഷ്യലി വളരെ വലിയ തോതിലുള്ള എയ്ഡ് നൽകുന്നത് സൗദി അറേബ്യൻ രാജ്യങ്ങളും ഇസ്രായേലുമാണ്. അടുത്തൊരു കാരണമെന്നത് ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിയാണ്. ഒരിക്കലും അമേരിക്കയിൽ 3 തവണ ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ യുദ്ധാനന്തര വേളയിലാണെങ്കിലോ ട്രംപിന് ഉറപ്പായും തങ്ങളുടെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനു പുറമെ പ്രസിഡന്റ് ആകാൻ 3ാം തവണയും ഇലക്ഷനിൽ ട്രംപ് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഏകദേശം $250 മില്യൺ എയ്ഡ് ഇയാൾക്ക് പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളെ മറയ്ക്കാനും പല കാര്യങ്ങളെ നേടാനും വേണ്ടി ട്രംപ് മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്നതും നീട്ടുന്നതുമായിട്ടുള്ളൊരു യുദ്ധമാണിത്. ഇറാൻ ന്യൂക്ലിയർ പവർ ആകുന്നതിനെ പേടിച്ചിട്ടല്ല വാസ്തവത്തിൽ ഈ ഒരു യുദ്ധം അവരാരംഭിച്ചത്. ഈ ഒരു യുദ്ധത്തിന് പിന്നിലെ മറ്റ് കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തേയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.